അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് തലശ്ശേരി ദം ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 8 പച്ചമുളകും ഒരു 10-15 വെളുത്തുള്ളിയും അതിൻ്റെ പകുതി ഇഞ്ചിയും വലിയ ജീരകവും ഇട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് ഉപ്പും കൂടിയിട്ട് ഒരു അരമണിക്കൂറിൽ ചിക്കനിൽ തേച്ച് വെച്ചതിന് ശേഷം ആ ചിക്കനിലോട്ട് ഒരു സവാള, 2 തക്കാളി, മല്ലിയില, പുതിനയില ഒരു പിടി ഇത്രയും, പിന്നെ നാരങ്ങയുടെ നീരും കട്ടത്തൈര് പുളിയില്ലാത്തത് ഒരു അരക്കപ്പും, പുളിയുള്ളതാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതി. ഇത്രയും ചേർത്ത് പൊടികളായിട്ട് എന്താ പറയുക, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1.5, ഉപ്പ്, തക്കോലം, 2 ഏലക്ക, കുരുമുളക്, പട്ട, പിന്നെ വറുത്ത് വെച്ച സവാള ഒരു പിടി അതും, പിന്നെ നമ്മൾ ഈ സവാള വറുത്ത എണ്ണയില്ലേ അതൊരു 3-4 ടേബിൾ സ്പൂൺ അതും ഇട്ടിട്ട് ഈ ഒരു മസാല നല്ല ഈ ചിക്കനിലോട്ട് ഞെരടി കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം, മാക്സിമം ഓവർനൈറ്റ് വെക്കാം. ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ പിന്നെ ഐസൊക്കെ മാറിയതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ എടുക്കുന്നത് കേട്ടോ. ആ നേരം നമുക്ക് ഇവിടെ അരി ഒന്ന് വറുത്തെടുക്കണം. അതിന് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത അരി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇന്നലെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിലും അതേപോലെ നെയ്യും കൂടിയിട്ട് മിക്സ് ചെയ്ത എണ്ണയിലാണ് ഉള്ളി ഫ്രൈ ചെയ്തെടുത്തത്. ആ എണ്ണയും പിന്നെ കുറച്ചും കൂടി നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് അതിലോട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ ഇന്നലെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പെരിഞ്ചീരകം കൂടി മിക്സ് ചെയ്തതിൽ ആ മിക്സിൻ്റെ 1 സ്പൂണും അതും കൂടി എണ്ണയിലേക്കിട്ട് ഒന്ന് തായതിനു ശേഷം ആ എണ്ണയിലോട്ട് അരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചെറിയ പാത്രമായിരിക്കണം ഈ പാത്രത്തിലോട്ട് മാറ്റി തിളച്ച വെള്ളം 3 ഗ്ലാസ്സാണ് ഞാൻ 2 ഗ്ലാസ് അരിക്ക് എടുത്തിട്ടുള്ളത്. അതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ സ്ലോ ഫ്ലെയിം കുറച്ചിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്താൽ അരി അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് നേരത്തെ നമ്മൾ ചിക്കൻ മസാല ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് വലിയൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഒരു 10-30 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത ചിക്കൻ അടിപൊളി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചിക്കൻ്റെ ഇതിലോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ്ട് തന്നെ നമ്മൾ വേവിച്ച് വെച്ച ഈ അരി ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോ ലെയറായിട്ട് ഇടുമ്പോൾ വറുത്ത് വെച്ച സവാള കുറച്ച് മാറ്റി വെക്കണം. ആ മാറ്റി വെച്ച സവാള ഒരു ലെയറിൽ ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് ദം ചെയ്തെടുക്കുക. ഏറ്റവും കുറവ് ഫ്ലെയിമിലിട്ടിട്ട് അടിപൊളിയായിട്ട് വരും ബിരിയാണി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.